നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര സർവജ്ഞ പീഠത്തിലേക്കാണ്. നമ്മളെല്ലാവരും കാണാൻ കൊതിക്കുന്ന കുടജാത്രിയിലേക്ക്. മൂകാംബിക ക്ഷേത്ര ദർശന ശേഷം രാവിലെ 7 മണിക്കാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ കുടജാത്രിയിലേക്കുള്ള ജീപ്പ് സർവീസ് ആരംഭിക്കും. പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവുമൊക്കെ കയ്യിൽ കരുതുക. അവിടെ പോയാൽ ഒന്നും ലഭിക്കുകയില്ല. ഇടയ്ക്ക് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ച് പോകാം. പരമാവധി ലഘുഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. ഛർദ്ദിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൂടി കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഒരു ജീപ്പിൽ 8 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. 4000 രൂപയാണ് വാടക. ആളൊന്നിന് ചെക്ക് പോസ്റ്റിൽ 70 രൂപ വെച്ച് നമ്മൾ അടക്കുകയും വേണം. അങ്ങനെ ഒരാൾക്ക് 570 രൂപ ചിലവാകും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ 50 രൂപ വെച്ച് അടക്കണം. തിരിച്ചു വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കാണിച്ചാൽ 50 രൂപ തിരിച്ചു തരുന്നതാണ്. കുടജാത്രിയിലേക്കുള്ള യാത്രയിൽ നമ്മളെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്നത് ഓഫ് റോഡ് യാത്രയാണ്. നടുവേദനയൊക്കെയുള്ളവർ ഒന്ന് കരുതിയിരിക്കുന്നതാണ് നല്ലത്. അതുപോലുള്ള കുലുക്കമായിരിക്കും വണ്ടിയിലുണ്ടാകുക. നല്ല രസമാണ്. കൊല്ലൂരിൽ നിന്നും 40 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അതിൽ 10 കിലോമീറ്ററോളം നമ്മൾ ഓഫ് റോഡ് യാത്രയാണ് നടത്തേണ്ടത്. ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. ഇതുപോലുള്ളൊരു ഓഫ് റോഡിൽ ഉള്ള യാത്ര എന്ന് പറയുമ്പോൾ അതുപോലെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഡ്രൈവ് ചെയ്യാൻ. ഇവർ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മളൊക്കെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടി അടുത്ത കൊക്കയിലുണ്ടാവും. അതുപോലെ കുണ്ടും കുഴിയും കല്ലും മണ്ണൊക്കെ നിറഞ്ഞ ഒരു റോഡാണിത്. കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാത്രി. കുടജാത്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 13ാമത്തെ കൊടുമുടിയാണിത്. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞുമൂടി കിടക്കുന്നു. ത്രില്ലടിച്ച് ഓഫ് റോഡ് യാത്ര നടത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. പ്രകൃതി ഭംഗി അവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു യാത്രയായിരിക്കും ഇത്. സംസ്കൃതത്തിലെ കുടുകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാത്രിയായത്. മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമാണ് കുടജാത്രി. ശങ്കരാചാര്യർ ഇരുന്ന് ധ്യാനിച്ച സ്ഥലം. 7 മണിക്ക് ആരംഭിച്ച ഞങ്ങളുടെ യാത്ര 8:30 ആയപ്പോഴാണ് കുടജാത്രിയുടെ താഴെ എത്തിയത്. അവിടെ വരെയേ ജീപ്പ് സർവീസ് ഉണ്ടാവൂ. ഇനി ഇവിടെ നിന്ന് നടന്ന് വേണം നമ്മൾ സർവജ്ഞ പീഠത്തിലേക്ക് എത്താൻ. 1.5 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 2 കിലോമീറ്റർ ദൂരമാണ് കാണിച്ചത്. വണ്ടി 10 മണിക്ക് തിരികെ പോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. നമ്മൾ കുടജാത്രിയിലേക്ക് കയറുന്ന വഴിയിൽ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ കയറി തൊഴുത ശേഷം വേണം മുകളിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ സർവജ്ഞ പീഠം കയറുകയാണ് സുഹൃത്തുക്കളെ. വലിയ കുന്നാണ്. അടിപൊളി ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷമുള്ള നടത്താണ്. മലകയറ്റം തുടങ്ങിയപ്പോൾ തന്നെ പലർക്കും മടുപ്പ് ആരംഭിച്ചിരുന്നു. എങ്കിലും തളരാൻ പാടില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം സർവജ്ഞപീഠം കീഴടക്കുക എന്നതല്ലേ. അതുകൊണ്ട് സർവശക്തിയും സംഭരിച്ച് എല്ലാവരും ആ ലക്ഷ്യത്തിലെത്താനുള്ള യാത്രയിലാണ്. പരമാവധി എല്ലാവരും രാവിലെ തന്നെ യാത്ര ആരംഭിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ ഏപ്രിൽ മാസം ലാസ്റ്റാണ് പോയത്. അതുകൊണ്ട് 8:30 ആയപ്പോൾ തന്നെ ചെറിയ ചൂട് അനുഭവപ്പെട്ടിരുന്നു. സാധാരണ കുടയാത്രയിൽ എല്ലാ കാലത്തും നല്ല തണുപ്പുണ്ടാകാറുണ്ട്. ഓരോ കുന്നുകൾ കയറുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതാ ഇപ്പോൾ എത്തി, അടുത്ത കുന്ന് കയറിയാൽ സർവജ്ഞ പീഠം എത്തിയെന്ന്. പക്ഷേ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും 5 കിലോമീറ്റർ ദൂരമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. മുകളിലേക്കുള്ള കയറ്റത്തിൽ നമുക്ക് ആശ്വാസമാകുന്നത് കാറ്റും അതുപോലെ താഴ്വാരങ്ങളിലെ അതിമനോഹരമായ കാഴ്ചയുമൊക്കെയാണ്. സർവജ്ഞപീഠം കീഴടക്കി തിരിച്ചിറങ്ങുന്നവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാ തൊട്ടടുത്താണ്, പെട്ടെന്നെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ഇതിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. താഴെ വലിയ കൊക്കയാണ്. ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ താഴേക്ക് പതിക്കും. അതുപോലെ കുട്ടികളെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടു നടക്കണം. മനോഹരമായ കാഴ്ചകളാണ്
അടിപൊളി വ്യൂ ആട്ടോ ഇവിടെയൊക്കെ. അടിപൊളി അടിപൊളി. ഇവിടെ വലിയ കൊക്കയാണ്, താഴേക്ക് പറഞ്ഞാൽ ഭയങ്കരമായ കൊക്കയാണ്. ശക്തമായ കാറ്റ് കാരണമാണ് ഇവിടെ കൊടുമുടി തരിശായി കിടക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടെ. അടിത്തട്ടിലെ കട്ടിയുള്ള വനമേഖല താഴത്തെ നിലയിൽ നിന്ന് കൊടുമുടിയെ അദൃശ്യമാക്കുന്നു. കൂടാതെ മറ്റ് നിരവധി ചെറിയ കൊടുമുടികളും കുന്നുകളും കൊടുമുടിക്ക് ചുറ്റും നിലനിൽക്കുന്നു. മൂകാംബിക ദേശീയോദ്യാനത്തിൻ്റെ മധ്യത്തിലായാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യ പ്രദേശമാണിവിടെ. കരിങ്കുരങ്ങ്, പാണ്ടൻ വേഴാമ്പൽ, കോഴിവേഴാമ്പൽ, പറുദീസ ഫ്ലൈകാച്ചർ, കടുവ, പുള്ളിപ്പുലി, ആന, കഴുതപ്പുലി, കാട്ടുപോത്ത്, മലമ്പാമ്പ് എന്നിവയും മറ്റ് പല ജീവികളും ഇവിടെ ഉൾപ്പെടുന്നു. ഏതായാലും മുകൾ ഭാഗം തരിശായി കിടക്കുന്നതുകൊണ്ട് ഈ ജീവികളൊന്നും മുകളിലേക്ക് എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നടന്നും ഇരുന്നും നിരങ്ങിയൊക്കെയാണ് ചില ആളുകൾ ഇവിടെ വരെ എത്തിയത്. എങ്കിലും വളരെ സന്തോഷപൂർവമാണ് എല്ലാവരും ഈ കുന്ന് കയറിക്കൊണ്ടിരുന്നത്. സർവജ്ഞ പീഠം കീഴടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയത്. നമ്മൾ ഇതുവരെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ട സർവജ്ഞ പീഠത്തിൻ്റെ ദൃശ്യം നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഭാഗം ഇപ്പോൾ കാണാം. അവിടെ എത്തുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വലിയൊരു അനുഭൂതിയാണത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് എത്താറായി. ഇപ്പോൾ നമ്മൾ സർവജ്ഞ പീഠം ദർശിക്കാൻ പോവുകയാണ്. ഇതാ നമ്മൾ സർവജ്ഞ പീഠം എത്തിക്കഴിഞ്ഞു. സർവജ്ഞ പീഠം കീഴടക്കിയിരിക്കുകയാണ്. അങ്ങനെ സർവജ്ഞ പീഠത്തിരിക്കുകയാണ്. മഞ്ഞും വെയിലും മഴയുമൊക്കെ മാറി മാറി വരുന്ന സുന്ദരിയായ കുടജാദ്രി. നമ്മൾ ഇതുവരെ നടന്ന ആ ക്ഷീണമൊക്കെ ഇവിടെ എത്തുമ്പോൾ മാറും. 2 കിലോമീറ്റർ ഈ കുന്ന് കയറി വന്നതാണ് എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല ഇവിടെ എത്തുമ്പോൾ. അതുപോലെയുള്ള ഒരു മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു കാഴ്ചയാണിത്. സർവജ്ഞ പീഠത്തിൻ്റെ നിർമ്മാണം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ വലിയ കരിങ്കൽ പാളികൾ അതുപോലെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ നിർമ്മിച്ചത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. സർവ വിജ്ഞാനവും സ്വായത്തമാക്കാൻ ധ്യാനത്തിലിരുന്ന ശങ്കരാചാര്യർക്ക് ദേവി നേരിട്ടെത്തി ദർശനം നൽകി എന്നാണ് വിശ്വാസം. ഞങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ച നിമിഷമാണിത്. മനസ്സിന് വളരെയധികം സംതൃപ്തിയും ആനന്ദ നിർവൃതിയും തോന്നിയ ഒരു നിമിഷം. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ കണ്ട് തൊഴുത് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദം കൊണ്ട് നിറയും. ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും ഇവിടെ എത്തുമ്പോൾ. ഇത്രയും ദൂരം നടന്ന് കയറി ഇവിടെ എത്തുമ്പോൾ ഉള്ള ഒരിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുടജാദ്രി യാത്രയും ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബായ്.